ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു നെയിം റിവീലിംഗ് വർക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലൊന്ന് ചെയ്യണമെന്ന്. ഇതിന് മുമ്പ് എൻക്വയറി വന്നത് അത് കയ്യിൽ നിന്ന് വഴുതി പോവാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യാമെന്ന് പറയുമ്പോൾ അവർക്ക് അത്ര കോൺഫിഡൻറ്റ് ഇല്ലാത്ത മാതിരി ഫീൽ ചെയ്തു. എന്നാൽ ഈ കസ്റ്റമർ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവർക്ക് സമയത്തിന് കിട്ടിയാൽ മതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല ടെൻഷൻ അടിച്ച് ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു. മുമ്പ് എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനൊന്നും എനിക്ക് ഇത്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് വർക്കായതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. 3-4 ദിവസം കൊണ്ട് ഡെവലപ്പായിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അത്. രാത്രി സമയത്ത് വീട്ടിൽ ആളുകളുള്ളപ്പോഴാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം ഇതിന് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയുകൊണ്ട് ഹെൽപ്പിന് ഞാൻ അച്ഛനെയും എൻ്റെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ടഫസ്റ്റ് പാർട്ടുണ്ടായത് അമ്മയ്ക്കായിരുന്നു. ഈ ബോൾസ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി വരുന്നതെല്ലാം താഴെ വീണിട്ട് അത് പെറുക്കിയെടുക്കാൻ കുറച്ചല്ല അമ്മ പാടുപെട്ടത്. കാരണം അമ്മയ്ക്ക് എപ്പോഴും വീട് നല്ല നീറ്റായിട്ട് കിടക്കണം. അപ്പം ഞാനൊക്കെ ഇങ്ങനത്തെ പണിയെടുക്കുമ്പോൾ കുറച്ചൊക്കെ വൃത്തികേടാവും എന്നുള്ളത് അത് ഉറപ്പാണല്ലോ. ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ അവർക്കിത് കൊടുത്തത്. ഇനി നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പിയാണ്. നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു സംതൃപ്തി ആയിരിക്കുമല്ലോ. ഈ ഓർഡർ തന്ന കുട്ടിയും ഈ പാരൻസൊക്കെ നല്ലോണം ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വോയിസ് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ചേച്ചിയെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു വന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതാരാ ചെയ്യിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചിരുന്നു.